നമുക്ക് ആർക്കും അറിയാത്ത പരസ്യമായൊരു രഹസ്യം മുഖ്യമന്ത്രി വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കണു. കേട്ടാ നിങ്ങൾ ഞെട്ടും. നവകേരള സദസ്സേ പരാതി പരിഹാരത്തിനുള്ള വേദിയല്ലാന്ന്. അല്ലേ? പിന്നെന്തിനാ നവകേരള സദസ്? അതൊക്കെ ഉണ്ട്, വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ നമ്മുടെ നവകേരള സദസ് വടക്കുന്ന് ഇങ്ങോട്ട് വന്നത് ആ കോട്ടയത്തെത്തി. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. സ്വാഗത പ്രസംഗത്തിനായി ശ്രീ തോമസ് ചാഴികാടൻ MP വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പതിനായിരങ്ങൾ വന്ന് അവരുടെ ആവലാതികൾ പറയുവാനും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനും ബഹുമാന്യായ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നേരിൽ കണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനും വരുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു മന്ത്രിസഭ, ആ മന്ത്രിസഭയാണ് ഇന്ന് ബഹുമാനായ പിണറായി വിജയൻ സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാർ. തോമസ് ഏട്ടാ പൊക്കി പറഞ്ഞു ബോധിച്ചിരിക്കണു, നന്നേ ബോധിച്ചിരിക്കണു. ഇങ്ങനെയുള്ള MP-മാരെയാണ് നമ്മുടെ നാടിന് ആവശ്യം, അല്ല സീമേ? സൂചിപ്പിച്ചു, റബ്ബറിന് 150 രൂപയിൽ നിന്ന് 170 രൂപയിലേക്ക് അതിന്റെ അടിസ്ഥാന വില വർദ്ധിപ്പിച്ചുകൊണ്ട്, താങ്ങുവില വർദ്ധിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുത്തത് ഈ ഗവൺമെന്റ് ആണ്. ബഹുമാനമായ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതൊക്കെ എന്ത്? ഓ, ചാഴികാടൻ ഒരു കില്ലാടി തന്നെ. CM-ന്റെ പൾസ് നന്നായിട്ട് അറിയാലേ. ഈ മൂഡിലാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും സംസാരിച്ചോളൂ കേട്ടോ. സമയം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കോട്ടയം ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ ഇത് ഈ ഒരൊറ്റ സിന്തറ്റിക് ട്രാക്കുള്ള സ്റ്റേഡിയമാണല്ലോ, അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ്. പക്ഷെ അത് തകർന്നടിഞ്ഞ് ഉപയോഗശൂന്യമാകുന്ന തരത്തിലേക്ക് പോവുകയാണ്. എന്താണ് അങ്ങനെ ഒരു ടോക്ക്? വേണ്ടട്ടാ, നാടിന്റെ പ്രശ്നങ്ങളൊന്നും ഇവിടെ പറയാൻ കണ്ട. അത് ഞങ്ങളുടെ CM-ന് തീരെ ഇഷ്ടാവില്ല എന്ന് അറിഞ്ഞൂടെ? എഞ്ചിനീയർമാർ അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തു, അത് പൂർത്തിയാക്കി വെക്കണമെങ്കിൽ 5 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അത് നടപ്പാക്കാൻ മുനിസിപ്പാലിറ്റിക്ക് പണമില്ല. അതിന് ആവശ്യമായ പണം അനുവദിക്കണമെന്ന് നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയുണ്ട്. അത് അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വലിയ തലവേദനയായല്ലോ. പാതി വഴിയിൽ മുടങ്ങി കിടക്കണ പദ്ധതികളെ കുറിച്ചൊക്കെ വെറുതെ അനാവശ്യമായിട്ട് പറയുന്നത് എന്തിനാണ്? എങ്ങനെയും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് പ്രതിച്ചായ തിരിച്ചു പിടിക്കാൻ നോക്കുമ്പോഴാ ഓരോ വള്ളിക്കെട്ട് വരുന്നത്. എങ്ങനെയെങ്കിലും പ്രസംഗം നിർത്തിക്കണം. എടോ, അവൻ എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നേ. പിടിച്ചു മാറ്റവനെ. ഇപ്പൊ മാറ്റി തരാം. തല കുത്തി മറിഞ്ഞിട്ടും ചാഴികാടൻ നിർത്തണ ലക്ഷണമൊന്നുമില്ല. സർക്കാർ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അത് വേണം ഇത് വേണം എന്നൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ മൊത്തം കേട്ടോണ്ടിരിക്കുകയാണല്ലോ. പാലായോട് ചേർന്നുള്ള ചേർപ്പക്കൽ പാലം അതിന്റെ നിർമ്മാണം നിലച്ചപ്പോൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ബഹുമാനായ വാസവൻ മന്ത്രിയും ഞങ്ങളൊക്കെ ചേർന്ന് അതിന്റെ പുനർനിർമ്മാണത്തിന് ആരംഭം കുറിച്ചു. അതിപ്പോഴും പൂർത്തിയായിട്ടില്ല. അതുകൂടി പരിഗണിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ചുമതലയിലേക്ക് ഞാൻ പോവുകയാണ്. മതി, ഇനിയൊന്നും പറയണ്ട. ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞോണ്ടേ ഇവിടെ കപ്പിത്താൻ കോപിച്ചിരിക്കുകയാണ്. ചാഴികാടൻ നിന്ന് നല്ലത് കിട്ടും, നോക്കിക്കോ. ഇതിനകം എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് വേണ്ടത്ര ബോധ്യം നാട്ടിനാകെ ഉണ്ടായിക്കഴിഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ, ആദ്യം അദ്ദേഹത്തിന് ഇത് എന്തിനാണ് സംഘടിപ്പിച്ചത് എന്ന് പിടികിട്ടിയിട്ടില്ല. അതിൻ്റെതായ ഒരു അവതരണമാണ് ഇവിടെ നടത്തുന്നത്. കേട്ടോ, അപ്പോഴേ പറഞ്ഞതല്ലേ CM-നെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന്. അല്ലെങ്കിൽ എല്ലാ പ്രശ്നവും ചാഴികാടന്റെ കയ്യിൽ തന്നെയാണ്. നവകേരള സദസ്സ് എന്തിനാന്നേ പുള്ളിക്ക് അറിയില്ല. അത് തന്നെ പ്രശ്നം. ഒരാളും നാടിന്റെ ആവശ്യങ്ങൾ ഇതുപോലെ പബ്ലിക്കായിട്ട് പറയരുത്. ഞങ്ങളുടെ CM-ന് അത് ഇഷ്ടമല്ല. എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. പരാതികൾ ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യം മാത്രമാണ്. പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം. പരാതികളെപ്പോഴും മന്ത്രിമാർ പോകുമ്പോൾ ആളുകൾ കൊടുക്കുകയോ അതിൻ്റെ ഭാഗമായി ആ കാര്യം നടക്കും. അപ്പൊ ശരിക്കും പരാതി സ്വീകരിക്കലല്ലേ നവകേരള സദസ്സിന്റെ പ്രധാന അജണ്ട? പിന്നെന്തിനാണ് കോടികൾ മുടക്കി എല്ലാവരും ഇങ്ങനെ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യണേ? ശരിക്കും ട്രിപ്പ് മോഡാണോ? അപ്പൊ CM-നല്ലേ ഇന്നാള് പറഞ്ഞത് നവകേരള സദസ്സ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്, നാടിന്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ പരിഹരിക്കുന്നത്? എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. സാധാരണഗതിയിൽ നാടിൻ്റെ പ്രശ്നങ്ങൾ നാടിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക, നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നാടാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് ശബ്ദമുയർത്തുക, അതിനുള്ള പ്രതികരണം ഉണ്ടാക്കുക. ഇതാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നിങ്ങൾക്ക് ആർക്കും ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇവിടെ CM പറയാണ്. പരാതി പരിഹരിക്കലല്ല ഞങ്ങളുടെ മന്ത്രിമാരുടെ പണി. പരാതി പരിഹരിക്കാനേ ഇത് മുൻ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയല്ല. ഇവിടെ ഓൺലി ട്രിപ്പ് മോഡ്, പിന്നെ എന്റർടൈൻമെന്റിന് വേണ്ടി പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ട്. പിന്നെ സർക്കാർ സഹായിക്കണില്ല എന്നൊന്നും ആരും പറയരുത്. പ്രതിഷേധമായിട്ട് വരുന്നവർക്കൊക്കെ പ്രത്യേക ഉപഹാരം നൽകി ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം? അപ്പോഴാണ് നാടിന്റെ ആവശ്യം എന്ന് പറഞ്ഞ് ഓരോരുത്തർ വേറെ കുറെ പരാതിയായിട്ട് വന്നേക്കുന്നത്. കഷ്ടം തന്നെ. ഇത് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനാണ്. ആ പ്രശ്നം പ്രധാനമായി നമ്മുടെ കേരളം നേരിടുന്ന അവഗണനയുണ്ട്. കേരളത്തിന് നേരെ കാണിക്കുന്ന വിവേചനമുണ്ട്. അത് കേന്ദ്ര സർക്കാരാണ് കാണിക്കുന്നത്. ആ ഭാഗം ജനസമക്ഷം അവതരിപ്പിക്കേണ്ടതുണ്ട്. അതേസമയം നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു, ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട്, സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതുകൂടി ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർപടാർ എല്ലാം കത്തിച്ചാമ്പലാവുമെന്ന്. തോമസ് ചാഴികാടനും ചാഴികാടനെ പോലെ ചിന്തിക്കുന്നവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? നവകേരള സദസ്സ് പരാതി പരിഹാരത്തിനുള്ള വേദിയല്ല. കേന്ദ്രം കേരളത്തെ അവഗണിക്കണത് പറയാം, പക്ഷെ കേരളം ജനങ്ങളെ അവഗണിക്കണത് പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? പിന്നെ ചില ഘട്ടങ്ങളിൽ നമുക്ക് വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാട്ടോ. ഇനിയും അധികാരത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് തരാം, ഇത് തരാം എന്നൊക്കെ പറയാം. ഓക്കെ, ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടിയോ? അത് വേണ്ടത്ര മനസ്സിലാക്കാതെയുള്ള അവതരണമാണ് ഇവിടെ നടന്നത്. ബഹുമാനപ്പെട്ട ചാഴിക്കാടനും അത് വേണ്ടത്ര ഉൾക്കൊണ്ടതായി ഞാൻ കരുതുന്നില്ല. നിർഭാഗ്യകരമായി പോയി അത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. എന്നാലും എൻ്റെ റോഷി ചേട്ടാ, നിങ്ങൾ വേദിയിലിരിക്കുമ്പോ അല്ലേ പാവം ചാഴികാടനെ ഇങ്ങനെ അപമാനിച്ചത്? പുള്ളി നാടിന്റെ ആവശ്യങ്ങൾ വേദിയിൽ ഉന്നയിച്ചതിൽ എന്തായിരുന്നു പ്രശ്നം? ഇല്ല, MP-ക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ട്. MP-യുടേതായ കാര്യങ്ങൾ പറഞ്ഞു. അത് സ്വാഭാവികമാണല്ലോ. ജനപ്രതിനിധി എന്ന രീതിയിൽ ഇവിടുത്തെ വിഷയങ്ങളും ബുദ്ധിമുട്ടുകളും പറയുക എന്നുള്ളത് MP കാണിച്ചതിനകത്ത് തെറ്റല്ല. എന്നാൽ ഈ നവകേരള സദസ്സ് ലക്ഷ്യം വെച്ച് വരുന്ന കാര്യങ്ങളുടെ രീതി എങ്ങനെയാണെന്നുള്ളത് മുഖ്യമന്ത്രി വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തോമസ് ചാഴികാടൻ പറഞ്ഞത് തെറ്റല്ലെന്ന്. എന്ത്? മുഖ്യമന്ത്രിനെ എതിർത്ത് സംസാരിക്കുന്നോ? പുള്ളി എതിർത്ത് സംസാരിച്ചാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് അതികഠിനായിരിക്കും അറിയാലോ. അതുകൊണ്ട് വേഗം മാറ്റി പറഞ്ഞു. അവഗണിക്കലല്ലോ. ഞങ്ങൾ ഈ സദസ്സിനെ സ്വീകരിക്കാനായിട്ട് അവർ ഒരുങ്ങലായിരുന്നല്ലോ. പക്ഷേ നടന്നു വന്ന നടപടിക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഒരുപോലെ എന്നുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി അത് സൂചിപ്പിക്കേണ്ടി വന്നത്. ഇപ്പം മുടുക്കനായി. എന്ത് നടന്നാലും പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര പോലെ CM-നെ പൊക്കി പറയണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാം ശരിയാവും. തോമസ് ചാഴികാടനെ മുഖ്യമന്ത്രി പരസ്യമായി തിരുത്താനും പരിഹസിക്കാനും കാരണം എന്താന്ന് നമ്മുടെ സജി ചെറിയ നല്ല വൃത്തിയായിട്ട് ഇതാ പറഞ്ഞിട്ടുണ്ട്. നാടിന്റെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ മാത്രം ബോധിപ്പിക്കുക. ഇക്കണ്ടമാനം ജനങ്ങളുള്ള സ്ഥലത്ത് ഇതൊന്നും പറയാൻ പോകരുത്. ബാക്കി മണ്ഡലങ്ങളിലെ മുതലാളിമാർക്കുള്ള സൂചന കൂടിയാണിത്, ഓർത്തോ. തെറ്റിദ്ധാരണ വേണ്ട. ബഹുമാനപ്പെട്ട MP-ക്ക് അത് മനസ്സിലായി. അതിനുശേഷം മുഖ്യമന്ത്രി MP-യോട് സംസാരിച്ചു. MP പറഞ്ഞു ശരിയായിരിക്കും, ആ കാര്യം മനസ്സിലായില്ല. മറ്റ് സദസ്സിൽ നടക്കുന്ന വിഷയം വേറെ ഇഷ്യൂസാണ്. അത് പബ്ലിക്കിനോട് പറയേണ്ട പൊതുവായ കാര്യങ്ങളാണ്. അത് പറയുന്നതിനാണ് ഒരു ചെറിയ ലാപ്സ് വന്നത്. ഇനി ഒരു കവിതയോടുകൂടി നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. വഞ്ചകി നിനക്കെന്ത് കൊഞ്ചലാണിപ്പോഴും എന്ന കവിതയ്ക്ക് ശേഷം മഹാകവി എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിക്കുന്നു കേമുവിന്റെ ജീവൻ രക്ഷാ പ്രവർത്തകർ. നമ്മുടെ ബസ് ഓടി വരികയാണ്. വണ്ടി ഓടി വരുന്നുണ്ട്, സദസ്സിൽ തെണ്ടികൾ വല്ലതും ഇരിപ്പുണ്ടോ? രണ്ടുകാലിൽ വരുന്ന കരിങ്കൊടിക്കാർ കണ്ടു പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തകർ. 4 കാലും ആയുസും എടുത്തിട്ടെന്തു സൗഭാഗ്യം, നാടുവാഴും തമ്പുരാൻ ചിരിച്ചു കണ്ടാൽ മതി. 5 കാൽ കോടി മുടക്കി വാങ്ങിയ മൊഞ്ചു ബെൻസു ബസും ആ പാട്ടിയും. ഇതുപോലെ കാലമേറെ കഴിയവേ നമ്മൾ കാണുവാൻ പോകും ഈ മ്യൂസിയത്തിൽ. 5 കാൽ കോടി മുടക്കി വാങ്ങിയ മൊഞ്ചു ബെൻസു ബസും ആ പാട്ടിയും. അടിപൊളി. പരാതികളും കണ്ണീർ കഥകളും സങ്കടങ്ങളും ഒന്നും നവകേരള സദസ്സിന്റെ പൊതുവേദിയിൽ പറയരുതെന്നുള്ള പാഠം എല്ലാവരും പഠിച്ചില്ലേ? ഇത് പരാതി പരിഹാര സെൽ അല്ലാഹേ. പിന്നെയും ഇത്രയും കാശ് മുടക്കി നാടുനീളെ യാത്ര നടത്തുമ്പോൾ പ്രശ്നപരിഹാരം കാണലല്ലേ സർക്കാരിന്റെ പണി. നാട്ടിലെ പ്രശ്നങ്ങൾ നാട്ടുകാർ തന്നെ പരിഹരിക്കണം. അങ്ങനെ നമ്മളെല്ലാവരും സ്വയം പര്യാപ്തരാവണം. അതിനുവേണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും കൂട്ടരും ഈ കണ്ട കഷ്ടപ്പാടൊക്കെ സഹിക്കണത്. ഹോ, നമ്മുടെയൊക്കെ ഭാഗ്യല്ലേ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.